Good afternoon. Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ ആ ടോപ്പിക് ആണ് എടുത്തോണ്ടിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അതുകൂടി അതൊന്ന് അതിലൊടുക്കി പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം കേട്ടോ. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എടുത്തില്ലേ? ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് എടുത്തില്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചറിലെ ഒരു പറഞ്ഞേ, ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നുള്ളത് ഒരു 2 പോയിന്റ് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. അവിടെ ഡയാലിസിസ് ഏരിയയിൽ എപ്പോഴും എയർ കണ്ടീഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ മെഷീൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും സെന്ററിലായിരിക്കും വെക്കുണ്ടാവുക. അത് അവിടുത്തെ സ്റ്റാഫ്സിനെ ഈസി മൂവ്മെന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് സെന്ററിലാണ് മെഷീൻസും കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ അതേപോലെ തന്നെ പേഷ്യൻസിന്റെ പ്രൈവസിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റീസ്, അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. മറ്റു 2 പോയിന്റ് വേറെ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. പിന്നെ ഒരു സെപ്പറേറ്റ് ഐസൊലേഷൻ റൂം വേണം. എന്തെങ്കിലും ഐസൊലേഷൻ റൂം ആവശ്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ. ഒരു പ്രത്യേക ഐസൊലേഷൻ റൂം വേണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ പേഷ്യന്റിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ളത് ആയിരിക്കണം. അതുപോലെ എന്താണ് പ്രദർശിപ്പിക്കേണ്ടത്? 2 ലാംഗ്വേജിൽ വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? നമ്മളെ ലോക്കൽ ലാംഗ്വേജും പിന്നെ ഇംഗ്ലീഷോ, അങ്ങനെ 2 ലാംഗ്വേജ്. അവരുടെ ഓരോ സ്റ്റേറ്റിനനുസരിച്ചുള്ള 2 ലാംഗ്വേജ് എങ്കിലും അത് വേണം അല്ലേ? പിന്നെ ഫ്രീ വാട്ടർ സപ്ലൈ വേണം, ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒക്കെ വേണം. ഐസൊലേഷൻ റൂമുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1-2 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഒന്നും കൂടി അത് പറയാം, എന്നിട്ട് നമുക്ക് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റിയിലോട്ട് പോവാം കേട്ടോ. അപ്പൊ a patient and his or her representative or relative has the following rights with regard to the dialysis center. അല്ലെ, ആ ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകാര് പേഷ്യൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ അവരുടെ റെപ്രസെന്റേറ്റീവ്, അവരെ പ്രതിനിധീകരിച്ചു വരുന്ന ആരെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ റിലേറ്റീവ് ആവാം, അവർക്കൊക്കെ എന്തുണ്ട്, ചില റൈറ്റ്സുകള് ഹോസ്പിറ്റലുകാര് നൽകേണ്ടതുണ്ട്. അത് അവരുടെ അവകാശമാണ്. എന്തൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ പറഞ്ഞ എന്താ? പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, cause of illness, proposed investigations and care, expected results of treatment, likely complications. എന്തൊക്കെയാണ് അവിടെ ഒരു ആംപിൾ ഇൻഫർമേഷൻസ് അല്ലെ, മതിയായ ഇൻഫർമേഷൻസ് ആർക്ക് നൽകണം? ഓരോ പേഷ്യന്റിന്റെയും കൂടെ വരുന്ന റെപ്രസെന്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ പേഷ്യൻസിനാവാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനാവാം. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നൽകേണ്ടത്? അവരുടെ ആ രോഗാവസ്ഥയുടെ സ്വഭാവം, അതാണ് നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ? കോസ് ഓഫ് ഇൽനെസ്, ആ രോഗം ഉണ്ടാവാനായിട്ടുള്ള രോഗകാരണം എന്താണ്? ആൻഡ് പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ അല്ലെ, അവർക്ക് ഇപ്പോ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരിശോധനകളാണ് നടത്തിയിരിക്കുന്നത്, അതുപോലെ എന്തൊക്കെ പരിചരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫലം എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇവർ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവരുടെ ഒന്നില്ലെങ്കിൽ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആണ് കൂടെ ഉള്ളതെങ്കിൽ അവരോട് എന്ത് ചെയ്തിരിക്കണം? മതിയായ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. ആര് കൊടുത്തിരിക്കണം? ഹോസ്പിറ്റലുകാര് പറഞ്ഞു കൊടുത്തിരിക്കണം. അത് അവരുടെ അവകാശമാണ്, അത് അറിയുക എന്നുള്ളത്. രണ്ടാമത്തത് നോക്കി. Patient has the right to know the bill, so expected cost of treatment should be discussed before treatment. ഇനി ഇവിടെ പേഷ്യൻസിന് അവർക്ക് എന്താണ്? അവരുടെ ബില്ല്, എന്തിനുള്ള ബില്ലാണ്? ആ ഒരു ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അത് അവസാനിക്കുന്നത് വരെയിൽ എത്ര നാള് ട്രീറ്റ്മെന്റ് ചെയ്യണം, ആ അത്ര നാള് കൊണ്ടും ആ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യമായി വരുന്ന തുക എത്രയാണ്, ആ ബില്ല് എമൗണ്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം.
ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്താണ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള കോസ്റ്റ്, ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി എത്ര തുക അവർക്ക് ചെലവാക്കേണ്ടി വരും, ആ ഒരു തുകയുടെ എത്ര ബില്ല് വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? എന്താണ് ചോദിച്ചത്? റൈറ്റ് എന്നാണ് കേട്ടോ, അവിടെ നൈറ്റ് എന്നാണ് കിടക്കുന്നത്, ആറാണ് കേട്ടോ, റൈറ്റ് ടു നോ എന്നാണ് കേട്ടോ. റൈറ്റ് ടു നോ ദി ബിൽ, എത്രത്തോളം ബില്ല് അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി വരും എന്നുള്ള കാര്യം എന്ത് പേഷ്യൻസിന് ഓൾറെഡി ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് അവരോട് ഡിസ്കസ് ചെയ്ത് അവരോട് പറഞ്ഞു കൊടുത്തിരിക്കണം. Then third, to inform the concern prior to specific test of treatment. Example, ഒരു സർജറീസ് ആണ്. ഇപ്പൊ നമ്മുടെ സർജറീസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഇപ്പൊ വലിയ സർജറികളാണ് ചെയ്യുന്നതെങ്കിൽ ആ പേഷ്യൻസിനെ കയറ്റുന്നത് സർജറി ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ളവരാവാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ആരായിക്കോട്ടെ, അവരിൽ നിന്ന് എന്ത് ചെയ്യും? സൈൻ ചെയ്ത് വാങ്ങിക്കും അല്ലെ. അതായത് അവരിൽ നിന്ന് ആ സർജറി ചെയ്യാനായിട്ട് അവർക്ക് സമ്മതമാണ് എന്നുള്ളൊരു കൺസേൺ വാങ്ങിക്കാറില്ലേ? അങ്ങനെ സമ്മതമാണെന്നുള്ളത് സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഹോസ്പിറ്റലുകാരെ എന്ത് ചെയ്യുള്ളൂ? ആ സർജറിക്ക് തുനിയുള്ളൂ. കാരണം എന്താണ്? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ആ ഒരു പേഷ്യന്റിന് ഈ സർജറി വഴി എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ഹോസ്പിറ്റലുകാർ ഉത്തരവാദികളായിരിക്കില്ല, മറിച്ച് എന്താണ് ഇവരുടെ അനുമതിയോടുകൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ കോംപ്ലിക്കേഷൻസ് അവർക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സ്പെസിഫിക് ട്രീറ്റ്മെന്റുകൾ ഇവർക്ക് കൊടുക്കണമെങ്കിലോ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കൺസേൺസ് അല്ലെങ്കിൽ അനുമതി വാങ്ങിക്കണം, മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. നെക്സ്റ്റ് നോക്കി, to seek a second opinion from a proper clinician of patient's choice with records and information being provided by treating hospital. ഇനി എന്താണ് നമുക്കറിയാം, ചിലവർക്കാണെങ്കിൽ ഒരു ഡോക്ടർ, ഇപ്പൊ നമ്മളൊരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു, അവിടെ പരിശോധനകൾ നടത്തി, അതിനുശേഷം ഇങ്ങനെ ഡയാലിസിസ് ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പിച്ചു. എന്നാൽ ആ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിലർക്ക് എന്തായിരിക്കും, അത് അത്ര വിശ്വസനീയമായിരിക്കില്ല ഒരു ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചിലവർ എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ പോകും അല്ലെ. അതായത് മറ്റൊരു ഹോസ്പിറ്റലിലെ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെയും കൂടി കൺസൾട്ട് ചെയ്തിട്ട് അവരുടെയും കൂടി അഭിപ്രായം തേടും. അങ്ങനെയാണ് എന്താണ് അവർക്കും ഇതുപോലെയുള്ള ഈ പരിശോധനകളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യും? ആ ഒരു എന്താണ് അവിടുത്തെ ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടുകൾ വഴി എന്താണ് അവിടെ വരുന്ന ആ ഒരു കാര്യം, ഇവർ ഈ റിസൾട്ട് വഴി ഉണ്ടായ ആ ഒരു ഇഫക്റ്റ് കറക്റ്റ് ആണ്, ഈ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് എടുക്കേണ്ടത്, അവർക്ക് ഇങ്ങനെ ഒരു കിഡ്നി ഫെയിലിയർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഇനി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡയാലിസിസ് മാത്രം ചെയ്താലേ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ആ സെക്കൻഡ് ഡോക്ടറും കൂടി കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അല്ല, ചിലവർക്ക് ആ പേഷ്യന്റിന്റെ ചോയ്സ് ആണ് കേട്ടോ അത്. ആ പേഷ്യന്റ് ഇവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ്, ഈ ഒരു ഡോക്ടർ പറയുന്നത് തന്നെ വിശ്വാസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ആ പേഷ്യന്റിന്റെ ചോയ്സ് അനുസരിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം ആ പേഷ്യന്റിന് എന്നുണ്ടെന്നെങ്കിൽ അത് ആര് അനുവദിച്ചിരിക്കണം? ഈ ഹോസ്പിറ്റലുകാര് അനുവദിച്ചിരിക്കണം. ഇനി അങ്ങനെ ഹോസ്പിറ്റലുകാർ ഈ പേഷ്യൻസ് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി മറ്റൊരു ഡോക്ടറെ എടുത്ത് പോകുമ്പോൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ്, ഇപ്പൊ അവരുടെ ആ ഒരു ഇത്രയും നാള് കൊടുത്തിരിക്കുന്ന കുറെ അധികം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആ ടെസ്റ്റുകളുടെ റിസൾട്ടുകള് അതുപോലെയുള്ള റെക്കോർഡുകള് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും റെക്കോർഡും എല്ലാം എന്ത് ചെയ്തിരിക്കണം? ആ പേഷ്യൻസിന് അവർ സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി മറ്റൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റലുകാര് നൽകേണ്ടതാണ്. അത് അവരുടെ അവകാശമാണ്, അങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടണം എന്നുള്ളത് അവരുടെ ഒരു അവകാശമാണ്. മനസ്സിലായോ? ഫോർത്ത് പോയിന്റ്. Then fifth point നോക്കി, to keep privacy, human dignity during treatment. ഇനി അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യണം, അതുപോലെ ഹ്യൂമൻ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു മാന്യതയും അവരുടെ പ്രൈവസിയും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം അവിടെ ട്രീറ്റ്മെന്റുകൾ നടത്തേണ്ടത്. Sixth point നോക്കി, to non-discrimination about treatment and behavior on the basis of diseases like HIV. അല്ലെ, HIV പേഷ്യൻസിനെയൊക്കെ എന്താ ശരിക്കും നമ്മുടെ ആ
ഒത്തിരി പേരുള്ള ഒരു ഗ്രൂപ്പിലേക്ക് HIV പേഷ്യൻസ് വരുമ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് എന്നറിയുകയാണെങ്കിൽ അവിടെ എന്താ ഒരു വേർതിരിവുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് അവർക്കുള്ള റൈറ്റ് എന്താണുള്ളത്? അവിടെ ഹോസ്പിറ്റലുകളില് HIV ബാധിച്ച അങ്ങനെയുള്ള പേഷ്യൻസ് വന്നാൽ പോലും അവരുടെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുമായി പെരുമാറുന്ന അവിടെ അവരുമായിട്ട് ബിഹേവിയർ അവരുടെ ആ ഒരു അവരുമായിട്ടുള്ള ഒരു പെരുമാറ്റം അതിലോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ചികിത്സയിലോ ഒന്നും എന്താണ് ഒരു നോൺ ഡിസ്ക്രിമിനേഷൻ ആയിട്ടും ഒരു വേർതിരിവും പാടില്ല. മനസ്സിലായോ? 6th പോയിന്റ് എന്താണെന്ന് HIV പോലെയുള്ള ഡിസീസസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിനൊക്കെ അങ്ങനെയുള്ള പേഷ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് ചികിത്സകൾ കൊടുക്കുമ്പോഴും സാധാ പേഷ്യൻസിന് കൊടുക്കുന്ന പോലെ തന്നെ ഉള്ള ചികിത്സകൾ കൊടുക്കണം. അതുപോലെ അവരോട് പെരുമാറുന്നതും നല്ല രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരിക്കണം. അവിടെ ഒരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. അതാണ് നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. Then 7th point നോക്കി, to try to find redressal in case of grievance based on services provided by the establishment. ഈ ഡയാലിസിസ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം എന്ത് ചെയ്യണം? എന്താണ് റിഡ്രസൽ എന്ന് പറയുന്നത്? പരിഹാരം. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരാതികൾ കേട്ടോ. അപ്പൊ ഈ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സേവനവുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾക്ക് പരിഹാരങ്ങളും കണ്ടെത്തേണ്ടതാണ്. അത് ആരാണ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലുകാരാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആർക്കുള്ള റൈറ്റ്സ് ആണ്? നമ്മുടെ അവിടെ വരുന്ന പേഷ്യൻസിനുള്ള റൈറ്റ്സ് ആണ്. അവർക്ക് അതെന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ അവർക്ക് കിട്ടാനുള്ള അധികാരം അല്ലെങ്കിൽ റൈറ്റ് അവർക്കുണ്ട്. എന്തൊക്കെയായിരുന്നു? അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട കാരണം, രോഗത്തിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം, രോഗത്തിന്റെ സ്വഭാവം, അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ പരിചരണങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്, അതുപോലെ അവിടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് വഴി ഉണ്ടാകുന്ന എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഒക്കെ എന്താണ്, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള മതിയായ ഇൻഫർമേഷൻസ് പേഷ്യൻസിനും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനും പറഞ്ഞു കൊടുത്തിരിക്കണം. രണ്ടാമത് പറഞ്ഞ എന്താ? അവിടെ ആ കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി എത്ര കോസ്റ്റ് ആവും അല്ലെങ്കിൽ എത്രത്തോളം ബില്ല് അല്ലെങ്കിൽ തുക അവർക്ക് ആ ഒരു ബില്ലിൽ എത്ര തുക വരും എന്നുള്ള കാര്യം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. മൂന്നാമത് പറഞ്ഞ എന്താ? എന്തെങ്കിലും സ്പെസിഫിക് ടെസ്റ്റുകളോ ട്രീറ്റ്മെന്റുകളോ ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? അവരുടെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുള്ള അനുമതി വാങ്ങിയിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞ എന്താ? 4th പോയിന്റ്, പേഷ്യൻസിന്റെ ചോയ്സ് അനുസരിച്ച് അവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, മറ്റൊരു ഡോക്ടറിൽ നിന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിന് ആരനുവദിക്കണം? ഈ ഹോസ്പിറ്റലുകാര് അനുമതി നൽകണം. ഇനി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു പേഷ്യന്റ് ആ മറ്റു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലില് എന്തൊക്കെ ടെസ്റ്റുകളും റിസൾട്ടുകളും ഒക്കെ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഇത്രയും നാൾ വരെ അവർക്ക് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും റെക്കോർഡ്സും ഉണ്ടാവുമല്ലോ. അതെന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻസും റെക്കോർഡ്സും അവർ സെക്കൻഡ് ആയിട്ടുള്ള ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകാര് അവർക്ക് നൽകേണ്ടതാണ്. ഫിഫ്ത്ത് വൺ നോക്കി, ഈ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ ആ വരുന്ന പേഷ്യൻസിന്റെ പ്രൈവസിയും ഹ്യൂമൻ ഡിഗ്നിറ്റി അവിടെ മാന്യതയും ഒക്കെ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം അവിടെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടത്. പിന്നെ എന്താ പറഞ്ഞ HIV പോലെയുള്ള രോഗങ്ങളുള്ള പേഷ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ വേർതിരിച്ച് നിർത്താനായിട്ട് പാടില്ല. സാധാരണ പേഷ്യൻസിന് എങ്ങനെയാണോ ട്രീറ്റ്മെന്റുകളും അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിലുള്ള ചികിത്സകളും അതുപോലെയുള്ള പെരുമാറ്റവും ഒക്കെ ഇവരോടും വേണം. അവരൊരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. ദെൻ 7th പോയിന്റ് എന്താ പറഞ്ഞത്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളിൽ എന്തെങ്കിലും പരാതികൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. 7 പോയിന്റ്സും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇനി പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? പേഷ്യൻസ് കുറച്ച് ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കണം. അവരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് പേഷ്യൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്.
ഫസ്റ്റ് പോയിന്റ് നോക്കി, പ്രൊവൈഡ് ഇൻഫർമേഷൻസ് അല്ലെ. നമ്മുടെ പേഷ്യൻസ് എന്ത് ചെയ്യണം, പേഷ്യൻസ് ഇങ്ങനെ ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രീറ്റ്മെന്റിനായിട്ട് വരുമ്പോ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ അവർ മറ്റെവിടെയെങ്കിലും ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കണം. ദെൻ അതുപോലെ എന്തെങ്കിലും പുതിയ വേറെ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ആർക്ക് കൊടുത്തിരിക്കണം, പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ആ ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തിരിക്കണം. അത് പേഷ്യന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, അവരല്ലേ കൊടുക്കേണ്ടത്. രണ്ടാമത് നോക്കി, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. എന്താണ്, അവിടെ ഡോക്ടേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക. ആര് സഹകരിക്കണം, പേഷ്യൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡ്യൂറിംഗ് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ, ആ ഒരു എന്താണ് ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുമ്പോഴും അതുപോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോഴും ഒക്കെ ആ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറുമായിട്ട് ഈ പേഷ്യൻസ് എന്ത് ചെയ്തിരിക്കണം, സഹകരിക്കണം. ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസ് സഹകരിച്ചാലല്ലേ അവിടെ ആ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡോക്ടറിനോട് ആ പേഷ്യൻസ് എന്ത് ചെയ്യണം, സഹകരിച്ച് പോകുക. മൂന്നാമത്തെ പോയിന്റ് നോക്കി, എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. എന്താണ് എബൈഡ് എന്ന് പറയുന്നത്, അനുസരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അനുസരിക്കുക, എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. ഈ ഡോക്ടേഴ്സ് നൽകുന്ന അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകള് ആ ഒരു ഡയാലിസിസ് ടീം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. ആരനുസരിക്കണം, പേഷ്യൻസ് അനുസരിക്കുക. എന്നാലല്ലേ അവരുടെ ആ ട്രീറ്റ്മെന്റിന് ഫലം ഉണ്ടാവുള്ളൂ. അപ്പോ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത്, പേഷ്യൻസ് ഇൻഫർമേഷൻസ് കൊടുക്കുക, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും. അവരുടെ ആ രോഗവുമായി ബന്ധപ്പെട്ടാവും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആവാം. അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത് പറഞ്ഞ എന്താ, ഡോക്ടേഴ്സ് ആ ഒരു ട്രീറ്റ്മെന്റിൽ ആ രോഗത്തിന്റെ എന്താണ് പരിശോധനയുടെ ഭാഗമായിട്ടാവാം അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചികിത്സയുടെ ഭാഗമായിട്ടാവാം ആ ഡോക്ടറുമായിട്ട് ഈ പേഷ്യൻസ് എന്ത് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക. മൂന്നാമത്തെ പറഞ്ഞ എന്താ, എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അവിടെ ഡോക്ടേഴ്സും അതുപോലെ അവരുടെ ഡയാലിസിസ് ടീം ഒക്കെ പറയുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുക അല്ലെങ്കിൽ പാലിക്കുക എന്നുള്ളതും പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് നോക്കി, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അല്ലെ, ഹോസ്പിറ്റൽ ഒരു നിശ്ചയിച്ച ഒരു ഫീസ് ഉണ്ടാവും ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് ഓൺ ടൈം അടയ്ക്കുക. എന്താണ്, കൃത്യസമയത്ത് ആ ഹോസ്പിറ്റൽ ആ ഫീസുകൾ കറക്റ്റ് ആയിട്ട് കൃത്യസമയത്ത് പേ ചെയ്യുക, ബില്ലുകൾ പേ ചെയ്യുക എന്നുള്ളതാണ്. അതും പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കി, റെസ്പെക്ട് നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. എന്താണ് നൊബിലിറ്റി എന്ന് പറയുന്നത്, അതായത് അവരുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ ഒക്കെ ഇല്ലേ. അപ്പൊ ആ ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിലും ഒക്കെ എന്താണ്, അവർക്ക് ആ ഒരു അവരുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അവർ ഒത്തിരി ഡിഫിക്കൽറ്റിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മുടെ എല്ലാ പേഷ്യൻസിനെയും അവർ തന്നെയാണ് കെയർ ചെയ്തരുന്നതും എല്ലാ ട്രീറ്റ്മെന്റുകളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവരോട് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഒരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ആർക്ക് റെസ്പെക്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, ഈ പേഷ്യൻസിന്. പേഷ്യൻസ് അല്ലാതെ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറെ ചീത്ത പറയുകയോ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ല, ആ ഡോക്ടറുടെയും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും ആ മഹത്വം മനസ്സിലാക്കി അവരോട് എന്ത് ചെയ്യുക, റെസ്പെക്റ്റോടുകൂടി പെരുമാറുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്, ഇൻഫർമേഷൻസ് കൊടുക്കുക, അതുപോലെ ഡോക്ടറുമായിട്ട് സഹകരിക്കുക, എന്താ അവർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുക. അതുപോലെ എന്താ പറഞ്ഞത്, നിശ്ചിത ഫീസ് ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർ ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നുണ്ടാവും. ആ നിശ്ചിത ഫീസ് കറക്റ്റ് ടൈമിൽ പേ ചെയ്യുക. അതുപോലെ ഡോക്ടേഴ്സിനോടും അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിനോടൊക്കെ ഒരു റെസ്പെക്റ്റോടുകൂടി പെരുമാറുക. ഇത്രയും കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കേണ്ടതാണ്, പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഉത്തരവാദിത്വത്തിനുള്ളിൽ വരുന്നതാണ്. ക്ലിയർ ആയോ പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ജോബ് റെസ്പോൺസിബിലിറ്റി, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കി, മേക്ക് ഷുവർ ദാറ്റ്
the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റി, അതായത് എന്താണ് അവരുടെ സുരക്ഷിതത്വം, അതുപോലെ അവരുടെ കംഫർട്ട് ആൻഡ് അവരുടെ വെൽബീയിങ്, അവരുടെ ക്ഷേമവും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ആണോ ഈ പേഷ്യൻസിന് അവിടുത്തെ ക്ലിനിക്കൽ ടീം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തണം. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി വരുന്ന പോയിന്റ്സ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഇച്ചിരി ലോങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വേഗം കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ എന്തൊക്കെ പേഷ്യൻസിന്റെ ശ്രദ്ധിക്കണം? അവരുടെ സേഫ്റ്റി ശ്രദ്ധിക്കണം, അതുപോലെ അവരുടെ കംഫർട്ട് ആൻഡ് അവരുടെ വെൽബീയിങ് അല്ലെങ്കിൽ ക്ഷേമം, ഇതുപോലെയുള്ള ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ, വളരെ ഉയർന്ന നിലയിലുള്ള പരിചരണമാണോ അവിടുത്തെ ക്ലിനിക്കൽ ടീം ഈ ഓരോ പേഷ്യൻസിനും നൽകുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? Second point, examines and solves problems that fall out of the domain of the nurse, clinician, concerning patient care and management and associate with other departments and care providers. Second point നോക്കി, എന്താണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത്? അതായത് അവിടുത്തെ പ്രോബ്ലംസ്, ആരൊക്കെ തമ്മിലുള്ള പ്രോബ്ലംസ്? അവരുടെ നേഴ്സസ്, ദെൻ അവിടുത്തെ ക്ലിനിഷ്യൻസ് അല്ലെ, ഡോക്ടേഴ്സ്, ദെൻ എന്താ അവിടെ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ രോഗി പരിചരണം നടത്തുന്ന ആ മാനേജ്മെന്റുകള്, അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുമായി അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹകരിച്ചു പോകുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സ് പോലെയുള്ളവയൊക്കെ തമ്മില് എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്യുക, അതിനെ പരിശോധിച്ച് അതിനെ വേണ്ടതായിട്ടുള്ള എന്താണ് സോൾവ് ചെയ്യുക, ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, അതിനെ പരിഹരിക്കുകയും ആരാണ് ചെയ്യേണ്ടത്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. രണ്ടാമത് പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഡയാലിസിസ് കോർഡിനേറ്റർ എന്താണ് ചെയ്യേണ്ടത്? അവിടെ വരുന്ന എന്ത് പ്രോബ്ലംസ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വരുന്നവരാവാം, അല്ലാന്നുണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ കെയർ പ്രൊവൈഡേഴ്സ് പോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ സോൾവ് ചെയ്യേണ്ടതും ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഡ്യൂട്ടിയാണ്. രണ്ട് പോയിന്റ്സ്. ദെൻ തേർഡ് പോയിന്റ് നോക്കി, ഗ്യാദർ, assess, screens and responds to a wide range of requests for information from patients and other staff who represent different levels of the organization. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലേ? നമ്മൾ ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചവരല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഒരു സംഘടനയാണ്. അതിൽ പല ലെവലിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ എന്താണ് അവിടുത്തെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാവാം. അവർ പല ഡിഫറെന്റ് ലെവലിൽ നിൽക്കുന്ന, പല തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് അല്ലെ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഓരോ തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകളുണ്ട്. പേഷ്യൻസ് ഉണ്ട് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. ഇവരൊരു ഗ്രൂപ്പാണല്ലോ. ആ ഒരു വർക്ക് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും, എന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിൽ നിന്നും അതുപോലെ അവരുടെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻസ്, അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതാണ് ഗ്യാദർ ചെയ്യുക എന്നുള്ളത്. കളക്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഗ്യാദർ ചെയ്യുക എന്നുള്ളത് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത് അത് അസസ് ചെയ്യും. അത് എന്ത് ചെയ്യുന്നു? ആ ഇൻഫർമേഷൻസിനെ വിലയിരുത്തുന്നു. വിലയിരുത്തിയതിനു ശേഷം എന്താ? സ്ക്രീനിങ് ചെയ്യുന്നു. അതായത് ചെക്ക് ചെയ്തതിനു ശേഷം അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അതിനെ പ്രതികരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പ്രതികരിക്കുന്നത്? വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റുകൾ, അതായത് ഈ ഇൻഫർമേഷൻസ്, ഇവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഇല്ലേ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നും അവിടുത്തെ പേഷ്യൻസിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു? അതുവഴി ലഭിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എന്തൊക്കെ റിക്വസ്റ്റുകളാണോ അവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ അറിയാം, ഓരോ ഫീൽഡിലാണെങ്കിൽ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എപ്പോഴും എന്താണ് കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ.
സ്ഥിരമായിട്ട് കുറെ അധികം കാര്യങ്ങൾ സ്ഥിരമായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് പേഷ്യൻസിന്റെ ആവശ്യകതകൾക്കനുസരിച്ച്, അതുപോലെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആവശ്യകതകൾക്കനുസരിച്ചൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ, അതായത് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ആ ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റിക്വസ്റ്റുകളൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും അല്ലെ. ഇവരുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പേഷ്യൻസിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നും കളക്ട് ചെയ്യുകയും അത് വിലയിരുത്തുകയും അതുപോലെ തന്നെ അതിനെ ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കുക. ക്ലിയർ ആയോ തേർഡ് പോയിന്റ്? Then fourth point നോക്കിയേ, helps in the development and implementation of the discharge plans including appropriate community services. ഇനി ഇവിടെ എന്താണ്? ഡിസ്ചാർജ് പ്ലാനുകൾ. ഇനി ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അവരെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ആരാണ്? നമ്മുടെ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അതിന് സഹായിക്കേണ്ടത് ആ വ്യക്തിയാണ്. അതോടൊപ്പം ഇൻക്ലൂഡിങ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്. ഈ ഡിസ്ചാർജ് സമയത്തല്ലേ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആ ഡിസ്ചാർജ് സമയത്തല്ലേ നമ്മൾ അവർക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി സർവീസസ് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല കമ്മ്യൂണിറ്റിയിലുള്ള ചില കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അവർക്ക് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചില ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അല്ലെ, ചില ആനുകൂല്യങ്ങൾ കിട്ടാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഓരോ പേഷ്യൻസിനും ഡെവലപ്പ് ചെയ്യേണ്ടതും അതുപോലെ അത് നടപ്പിലാക്കേണ്ടതും ആരാണ്? അതിനൊക്കെ സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. Then next നോക്കി, assist with insurance issues required to get outpatient dialysis services, though communication with the facilities verification process. ഇനി ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്, ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ്, ആ ഒരു പേഷ്യന്റ് വരുന്നിരിക്കുന്ന ഒരു പേഷ്യന്റിന് ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡയാലിസിസ് സർവീസ് ലഭിക്കാനായിട്ട് അവിടുത്തെ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ സമയത്ത് അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങള് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, ചിലവർക്ക് ഇൻഷുറൻസ് ഉള്ളവരുണ്ടാവില്ലേ, അപ്പൊ അവർക്ക് ആ ഒരു ഇൻഷുറൻസിന്റെ ബേസിസിൽ കുറെ അധികം ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് വന്നവരായിരിക്കും. ആ ഇൻഷുറൻസിന്റെ ആ ഒരു ബലത്തിൽ വന്നവരായിരിക്കും. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസിന് വേണ്ടിയിട്ട് വന്നവരാവും കേട്ടോ. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കണമെങ്കിൽ അവർക്ക് ഈ ഇൻഷുറൻസ് ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്നു കഴിഞ്ഞാല് അതിനെ അസിസ്റ്റ് ചെയ്യുക, അതിന് സഹായിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അവർക്ക് ആ ഒരു സഹായങ്ങൾ കൊടുക്കേണ്ടത് ഈ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. മനസ്സിലായോ? അവിടെ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ആ പേഷ്യൻസിന് അവരുടെ ആ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് ഇഷ്യൂസിനൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അവരെ സഹായിക്കേണ്ടത് ഈ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. Then നോക്കിയേ, ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. ആരാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്? ആരായിരിക്കും മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം? അറിയോ? മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത് ആരാണെന്ന് അറിയോ? ഇല്ല. ഇപ്പൊ നമ്മൾ ഡയാലിസിസ് ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റിനെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ് മാത്രമാണോ നോക്കുന്നത്? ആണോ? അവർക്ക് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഫഷണൽസ് അവരെ നോക്കും അല്ലെ. അതായത് ഒരു പേഷ്യന്റ് ഉള്ളൂ എന്നാൽ പോലും അവിടെ എന്താണ് പല ഹെൽത്ത് പ്രൊഫഷണൽസ്, പല ഡിസിപ്ലിനിലുള്ള, പല മേഖലകളിലുള്ള എന്താണ് ഹെൽത്ത് പ്രൊഫഷണൽസ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാകുന്നുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ മൾട്ടി ഡിസിപ്ലിനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഡിസിപ്ലിനിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട്, അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവരെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് കെയർ ടീമുമായിട്ട് എപ്പോഴും എന്തായിരിക്കണം? കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഇനി പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാഷൻ. എന്താണ്? ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയുള്ള
ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എന്താണ് അവിടെ ആ ഒരു ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഒരു പേഷ്യന്റിന് എന്താണ് അവിടെ ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്? ആ ഓരോ പേഷ്യന്റിനും എന്ത് ചെയ്യണം? അവരുടെ ആ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടണം, വേണ്ടേ? ആ എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മൾട്ടി ഡിസിപ്ലിനറി പല മേഖലകളിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് ഒരു നല്ല കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ വെക്കണം എന്ന് പറയുന്നത്. ആൻഡ് വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതുപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, എന്തൊക്കെ റിസോഴ്സുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ അതിന്റെയൊക്കെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഉപയോഗം എന്ത് ചെയ്യണം? വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് അവർക്ക് കിട്ടുന്ന ആ ഒരു അവർക്ക് ആ വർക്ക് നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്ത് അങ്ങനെയുള്ള പ്രൊഫഷണൽസിന്റെ വർക്ക് നല്ല മാക്സിമൈസ് ചെയ്ത് നല്ല എഫക്റ്റീവ് ആയിട്ട് ഇങ്ങനെയുള്ള റിസോഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആ പേഷ്യൻസിന് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം? മൾട്ടി ഡിസിപ്ലിനറി പല മേഖലകളിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ഈ ഡയാലിസിസ് കോർഡിനേറ്റർ വെക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കി, ഹെൽപ്പിംഗ് എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. ഇവിടെ എന്താണ്? ഒരു ട്രാൻസ്പോർട്ടേഷൻ ആർക്കാണ്? പേഷ്യൻസിന് ഈ ഡയാലിസിസ് ഫെസിലിറ്റി സെന്ററിലേക്ക് വരാനും അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാനും, അല്ലെ? വരാനും തിരിച്ചു പോകാനും, അതാണ് ആ ട്രാൻസ്പോർട്ടേഷൻ, പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ. അതിന് ആര് സഹായിക്കണം? അല്ലെങ്കിൽ അത് സ്ഥാപിക്കേണ്ടത്, അതിനുവേണ്ടി സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. മനസ്സിലായോ? അവിടുത്തെ ആ പേഷ്യന്റിന്റെ ടു ഓർ ഫ്രം, അതായത് ഡയാലിസിസ് ഫെസിലിറ്റിയിലോട്ട് വരാനും അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ടും ആ ട്രാൻസ്പോർട്ടേഷനെ സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ സഹായിച്ചിരിക്കണം. നെക്സ്റ്റ് നോക്കി, മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻസ്. അതുപോലെ ഇവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണോ വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുകയും റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതുപോലെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നിരീക്ഷിക്കുക, റെക്കോർഡ് ചെയ്യുക, അതുപോലെ അപ്ഡേറ്റ് ആയിട്ട് വെക്കുക. നോക്കിയേ, പ്രിപ്പയർ ഫയൽസ്, റിട്രീവ്സ് ആൻഡ് കീപ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം. ഫില്ലിന്നാണ് ഇവിടെ കിടക്കുന്നത്, ഫയൽ നാക്കുക കേട്ടോ. ഫയൽ സിസ്റ്റം ആണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ കുറെ ഫയൽ സിസ്റ്റംസ് ഉണ്ടല്ലോ, ഫയലുകൾ സൂക്ഷിക്കേണ്ടതായിട്ടില്ലേ? അപ്പൊ ഇവിടെ പ്രിപ്പയർ ചെയ്യുക, എന്ത് ചെയ്യുക? ഫയലുകള് പുതിയതായിട്ടുള്ള വരുന്ന ഫയലുകളാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ എന്താണ്? ഫയൽസ് റിട്രീവ് ചെയ്യുക. എന്താണ് റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? വീണ്ടെടുക്കുക. അതായത് ഓൾറെഡി അവിടെ ട്രീറ്റ്മെന്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി അവിടെ കൺസൾട്ടേഷൻ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ഫയൽസ് എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക. ഓൾറെഡി ഇല്ലാത്തൊരു ഫയലാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിലോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അതുപോലെ ഫയൽസ് വീണ്ടെടുക്കുക, അതാണ് റിട്രീവ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ കീപ് ദ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റംസ്. അതുപോലെ തന്നെ മറ്റ് റെക്കോർഡുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. നോക്കി, ലാസ്റ്റ് പോയിട്ട് നോക്കിയേ, അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ്. ഡെയിലി റൗണ്ട്സിന് പോകുന്ന കേട്ടിട്ടില്ല? ഡോക്ടേഴ്സ് ഡെയിലി റൗണ്ട്സിന് പോകൂലേ നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ? അതുപോലെ തന്നെ ഡയാലിസിസ് കോർഡിനേറ്ററും അവിടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ അടുത്തേക്ക് ഡെയിലി റൗണ്ട്സ് പോവുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക. എങ്ങനെയുള്ള മീറ്റിംഗ്സ് ആണ് നോക്കിയേ? ടു ഡിസ്കസ് ഷെഡ്യൂൾ, അതായത് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂളുകൾ ഉണ്ടാവുമല്ലോ. ഇത്ര നാള് മുതൽ ഇത്ര നാള് വരെ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇത്ര ദിവസമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെഡ്യൂളുകളെ കുറിച്ച് ഓരോ പേഷ്യൻസിന്റെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക? മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്സ് ഓഫ് റിമൈൻഡേഴ്സ്. എന്താണ്? ആ ഡയാലിസിസ് സെന്ററിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്തലുകൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണമെങ്കിൽ അത് തുടരാൻ വേണ്ടിയിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് ആരാണ്?
ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, ഡെയിലി റൗണ്ട്സ് അറ്റൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ മീറ്റിംഗ്സ്, എന്തിനു വേണ്ടിയിട്ട് ആ പേഷ്യൻസ്, ഓരോ പേഷ്യൻസിന്റെയും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആവശ്യകതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ ഇംപ്രൂവ്മെന്റുകൾ, എന്തെങ്കിലും മെച്ചപ്പെടുത്തലുകൾ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുടരാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ റിമൈൻഡേഴ്സ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് മീറ്റിങ്ങുകളും ഇവര് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞ എന്താ, അവിടെ പേഷ്യന്റിന്റെ സേഫ്റ്റിയും കംഫോർട്ടും അതുപോലെ അവരുടെ ആ ഒരു ക്ഷേമവും അതൊരു വെൽബീയിങ് അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ആണോ ഈ ക്ലിനിക്കൽ ടീം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തണം. രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താണ്, ഈ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, നഴ്സസ് ഉണ്ട്, ക്ലിനീഷ്യൻസ്, ഡോക്ടേഴ്സ് ഉണ്ട്, ഞാൻ അവിടെ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ രോഗി പരിചരണം കൊടുക്കുന്ന മാനേജ്മെന്റ് ഉണ്ട്. ആ സ്റ്റാഫുകൾ മാത്രമല്ല, അതുമായിട്ട് സഹകരിച്ചു പോകുന്ന, ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചു പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോബ്ലത്തെ എക്സാമിൻ ചെയ്യുകയും പരിശോധിച്ചതിന് ശേഷം പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ സോൾവ് ചെയ്യേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. മൂന്നാമത്തെ പറഞ്ഞ എന്താ, ഓരോ പേഷ്യൻസും അവിടുത്തെ സ്റ്റാഫുകളും അവരെങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനയുടെ പല തലങ്ങളിൽ നിൽക്കുന്നവരാണ് അല്ലെ. അപ്പൊ ആ പല തലങ്ങളിൽ നിൽക്കുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെയുള്ള ആളുകളാണ് ഈ സ്റ്റാഫുകളും പേഷ്യൻസും. അപ്പൊ ഇവിടെയുള്ള സ്റ്റാഫുകളിൽ നിന്നും പേഷ്യൻസിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും അതിനെ സ്ക്രീനിങ് ചെയ്യുകയും അതിനുശേഷം അതിനുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ അതിനുള്ള എന്താണ് പ്രതികരണം നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ എത്ര കൂടുതലാണോ, എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ അവിടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യകത നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുക, അതിനു വേണ്ടി റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. നെക്സ്റ്റ് നോക്കി എന്താണ് ഡിസ്ചാർജ് പ്ലാനുകൾ. ഓരോ പേഷ്യൻസിന്റെയും ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വികസിപ്പിക്കേണ്ടതും അതിനെ നടപ്പിലാക്കേണ്ടതും അതിനൊക്കെ സഹായിക്കേണ്ടത് ആരാണ്? ഈ നമ്മുടെ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഇനി അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം അവിടെ ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും. നെക്സ്റ്റ് നോക്കി അവിടെ ഇൻഷുറൻസ് ഇഷ്യൂസ്. അവരുടെ ആ ഒരു സർവീസുമായി ഡയാലിസിസ് സർവീസുമായി ബന്ധപ്പെട്ട് ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും സഹായിക്കുക ഡയാലിസിസ് കോർഡിനേറ്ററുടെ ജോലിയാണ്. നെക്സ്റ്റ് നോക്കി മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ടീം. അതെന്താണ്? ഒരു പേഷ്യന്റിനെ ഒത്തിരി മൾട്ടി ഡിസിപ്ലിൻ അല്ലെ, പല ഡിസിപ്ലിനിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മൾട്ടി ഡിസിപ്ലിനിലുള്ള എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് ഈ ഡയാലിസിസ് കോർഡിനേറ്ററോട് നല്ല കോണ്ടാക്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബന്ധം പുലർത്തിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് മാക്സിമം അവരുടെ ആ ഒരു നോളജും അവരുടെ ആ ഒരു കഴിവൊക്കെ മാക്സിമം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി പരമായിട്ടുള്ള ഒരു കെയർ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവരുമായിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് വെക്കണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി എന്താണ് പറഞ്ഞത്? പേഷ്യൻസിനെ ആ ഒരു ഡയാലിസിസ് സെന്ററിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത് ആരായിരിക്കണം എന്നാണ് പറയുന്നത്? ആര് സഹായിക്കണം? ഈ ഡയാലിസിസ് കോർഡിനേറ്റർ സഹായിക്കണം. നെക്സ്റ്റ് ഓക്കെ മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. അതുപോലെ അവിടെ വരുന്ന ഓരോ ഇൻഫർമേഷൻസിനെയും നിരീക്ഷിക്കുകയും റെക്കോർഡ്സ് ഒക്കെ നോക്കുകയും അതുപോലെ തന്നെ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും വയ്ക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഡിപ്പാർട്ട്മെന്റിലെ ഫയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഓൾറെഡി ഉള്ള പേഷ്യൻസ്, ഓൾറെഡി ചികിത്സിച്ചുകൊണ്ടിരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ പുതിയ ഓൾറെഡി എപ്പോഴെങ്കിലും കൺസൾട്ട്
കൺസൾട്ടേഷൻ വന്നിട്ടുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഫയലുകൾ റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക. പിന്നെ എന്താ റെക്കോർഡ്സ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. പിന്നെ എന്താ പറയുന്നത്, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, അവർ ഡെയിലി റൊട്ടീൻസ് റൗണ്ട്സ് അറ്റൻഡ് ചെയ്യണം ഈ ഡയാലിസിസ് കോർഡിനേറ്റേഴ്സ്. അതോടൊപ്പം തന്നെ മീറ്റിംഗ്സ്, പേഷ്യൻസ് ഓരോ പേഷ്യൻസിന്റെയും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ പേഷ്യൻസിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ആവശ്യകതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തണമെങ്കിലോ അതുപോലെ എന്തെങ്കിലും റിമൈൻഡേഴ്സ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ വേണമെന്നുണ്ടെങ്കിലോ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഡയാലിസിസ് കോർഡിനേറ്റേഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത്രയുമാണ് ആ ഡയാലിസിസ് ചാപ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. എടുത്തത് വേഗം വായിച്ചു നോക്കിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താട്ടോ. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. വായിച്ചു നോക്കിയോ? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേ. ജോബ് റെസ്പോൺസിബിലിറ്റിയിലെ സെക്കൻഡ് പോയിന്റ് ആണോ? അതായത് അവിടുത്തെ പ്രോബ്ലംസ് ആരൊക്കെ തമ്മിലുള്ളതാണ്. അപ്പൊ നേഴ്സസ് അല്ലെങ്കിൽ അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ടല്ലോ ഒരു ഡയാലിസിസ് ടീമില്, അതായത് നേഴ്സുകളുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, then അവിടെ പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു മാനേജ്മെന്റ് ഉണ്ട് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഒരു മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ അവരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഹകരിച്ചു വരുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, ഈ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഹകരിച്ചു വരുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതാണ് അസോസിയേറ്റ് എന്ന് പറയുന്നത്. അതായത് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതുപോലെ കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുകയും അതിനെ സോൾവ് ചെയ്യുക, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യേണ്ടതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ ജോലിയാണ്. കിട്ടിയോ സെക്കൻഡ് പോയിന്റ്? കീർത്തി the hospital administration must verify ന്റെ രണ്ടാമത്തെ പോയിന്റിന്റെ ഒന്ന് പറഞ്ഞുതരാമോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആണോ? Okay. Hospital administration second point is okay. Patient has the right to know the bills or expected cost of treatment should be discussed before treatment. എന്താണ് നമ്മളാണെങ്കിലും അവിടെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ, ഇവിടെ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്ന വഴി അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് തുടരുന്നത് വഴി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, എത്ര രൂപ ചിലവാകും, ഒരു ബില്ല് ഉണ്ടാവുമല്ലോ, ഒരു ബിൽ തുക എത്ര രൂപയാകും എന്നുള്ള ഒരു ഏകദേശ ബില്ല് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എത്ര തുകയാകും എന്നുള്ള ഒരു കാര്യം അവരോട് ഓൾറെഡി ആ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരിക്കണം. അത് അവരുടെ അവകാശമാണ്, അത് അറിയാന്നുള്ളത്. ക്ലിയർ ആയോ? റംലയാണോ ചോദിച്ചത്? Yes ma'am, clear ആയി. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം നോട്ട് എടുത്തോ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. നോട്ട്സ് എടുത്തോ? വേഗം നോട്ട്സ് എടുത്തേ.
ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ഓർഗൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. വിച്ച് ഓർഗൻ, which organ purify the blood? ആൻസേഴ്സ് ഇപ്പൊ എഴുതേണ്ട, ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയെടുത്താൽ മതിയേ. വിച്ച് ഓർഗൻ പ്യൂരിഫൈ ദി ബ്ലഡ്, വിച്ച് ഓർഗൻ പ്യൂരിഫൈ ദി ബ്ലഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്, ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്, dash is a treatment, dash is a treatment used by dash is a treatment used by those with chronic kidney disease, used by those with chronic kidney disease. Dash is a treatment used by those with chronic kidney disease. First question എന്തായിരുന്നു? Which organ purify the blood? Second question, dash is a treatment used by those with chronic kidney disease. Third question, acute renal failure, acute renal failure means, acute renal failure means. Third question ആണ്, acute renal failure means, acute renal failure means. Option A, 4 options എഴുതിക്കോ കേട്ടോ. Option A, patient who have recently lost, patient, option A ആണ്, patient who have recently lost kidney function, patient who have recently lost kidney function. Then option B, patient have permanently lost, patient have permanently lost kidney function, patient have permanently lost kidney function. Option C, kidney which need continuous dialysis, kidney which need continuous dialysis, kidney which need continuous dialysis for the rest of your life, for the rest of your life, kidney which need continuous dialysis for the rest of your life, for the rest of your life. Option D, none of the above. Option D, none of the above. But third question ഒന്നുകൂടി വായിക്കാം. Acute renal failure means, ഈ 4 options ഉണ്ട്. Option A, patient who have recently lost kidney function. B option, patient have permanently lost kidney function. And option C, kidney which need continuous dialysis for the rest of your life. Option D, none of the above. Then fourth question എഴുതിക്കോ. Expand AKI, expand AKI, AKI expand ചെയ്യുക. ഫുൾ ഫോം ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എക്സ്പാൻഡ് ചെയ്ത് എഴുതുക, ഫുൾ ഫോം എഴുതുക. ഇനി അതിന്റെ താഴെത്തായിട്ട് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ എക്സ്പാൻഡഡ് ഫോംസ് അല്ലെങ്കിൽ എല്ലാ ഷോർട്ട് ഫോംസ് ഒന്ന് വേഗം എഴുതി വെച്ചേ. എഴുതിക്കോ. ESKD ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എല്ലാ എക്സ്പാൻഡഡ് ഫോംസും ഷോർട്ട് ഫോംസും ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടത് കിട്ടും. ESKD,
KD. സെക്കൻഡ് വൺ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ AKI പറഞ്ഞു, സെക്കൻഡ് വൺ ESKD. ESKD. തേർഡ് വൺ HD. തേർഡ് വൺ HD. ഫോർത്ത് വൺ PD. AKI, ESKD, HD, PD. Then CAPD. Next ആണ് CAPD. 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 Then next one CCPD. 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 CAPD കഴിഞ്ഞു, CCPD പറഞ്ഞു. ഇനി IPD. 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 Then last one ആണ് CRRT. 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 AKI, ESKD, HD, PD, CAPD, CCPD, IPD, CRRT. കിട്ടിയോ? ഒരു 8 എണ്ണം ഉണ്ട്. അപ്പൊ അത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ താഴെ തന്നെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എല്ലാ പേജും മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പേജിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ താഴെ തന്നെ എല്ലാ ഷോർട്ട് ഫോംസിന്റെയും എക്സ്പാൻഡഡ് ഫോം കിട്ടും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എഴുതിക്കോ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ അല്ലേ പറഞ്ഞിരുന്നത്? ഫിഫ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. വിച്ച് ടൈപ്പ് ഓഫ് അസസ് വാസ്കുലർ അസസ് സൈറ്റുകളിലെ which type of access is, fifth question ആണ്, which type of access is used for, which type of access is used for short-term hemodialysis, which type of access is used for short-term hemodialysis, which type of access is used for short-term hemodialysis. Then sixth question, which type of access used for long-term hemodialysis? Which types of access used for long-term hemodialysis? Long-term hemodialysis. Sixth question അല്ലേ പറഞ്ഞത്. Next, seventh question. The lining of abdomen. The lining of abdomen is called dash. The lining of abdomen is called dash. The lining of abdomen is called dash. Next, eighth question. Which of the following is included? Which of the following is included? Which of the following is included in the after effects of PD? In the after effects of PD. After effects of PD. Which of the following is included in the after effects of PD? Options. 4 options are. Option A, blood loss. Option A, blood loss. Option B, nausea. Option A, blood loss. Option B, nausea. Option C, weight gain. Option C, weight gain. Option D, muscular spasm. Option C എന്തായിരുന്നു? weight gain. Option D, muscular spasm. So, eighth question ഒന്നുകൂടി വായിക്കാം. Which of the following is included in the
ആഫ്റ്റർ എഫക്ട്സ് ഓഫ് PD. 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ബ്ലഡ് ലോസ്, സെക്കൻഡ് ഓപ്ഷൻ നോസിയ, തേർഡ് ഓപ്ഷൻ വെയിറ്റ് ഗെയിൻ, ഫോർത്ത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ആണ് മസ്കുലർ സ്പാസം. Then ninth question. A unit of dialysis machine and a special filter called dash. A unit of dialysis machine and a special filter called dash. A unit of dialysis machine and a special filter called dash. Then 10th question. Artificial kidney is also known as dash. Artificial kidney is also known as dash. എത്ര ക്വസ്റ്റ്യൻസ് ആയി? 10 ക്വസ്റ്റ്യൻ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഒരു രണ്ടോ മൂന്നെണ്ണം കൂടി നമുക്ക് എഴുതാം കേട്ടോ, ടൈമിനനുസരിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഈസ് എ വാസ്കുലർ അസസ് സൈറ്റ്? 11th question. What is a vascular access site? What is a vascular access site? What is a vascular access site? Then 12th question. Which access site is used as a solution for small or weak veins? Which access site is used as a solution for small or weak veins? Small or weak veins. Idea. 12th question. Then next question. 13th question. A doctor who utilize medical imaging tools. A doctor who utilize medical imaging tools to execute operations and performs the venous catheter placement procedure. A doctor who utilize medical imaging tools to execute operations and performs the venous catheter placement procedure is called dash. Venous catheter placement procedure is called dash. കിട്ടിയോ? അപ്പൊ 13 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണോ? എല്ലാവർക്കും കിട്ടിയോ? 13th question ആണോ? ശ്രദ്ധിച്ചോളൂ. A doctor who utilize
medical imaging tools to execute operations and performs the venous catheter placement procedure is called dash. Then first question കിട്ടിയില്ല. Which organ purify the blood? Which organ purify the blood? Seventh question. Which type of access is used for short-term hemodialysis? Which type of access is used for short-term hemodialysis? Eighth question. Which of the following is included in the after effects of PD? അതിൽ 4 ഓപ്ഷൻസ് പറഞ്ഞു. ഓപ്ഷൻ എ ബ്ലഡ് ലോസ്, ഓപ്ഷൻ ബി നോസിയ, ഓപ്ഷൻ സി വെയിറ്റ് ഗെയിൻ ആൻഡ് ഓപ്ഷൻ ഡി മസ്കുലർ സ്പാസം. Third question. Acute renal failure means 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 എന്താണ് acute renal failure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ patient who have recently lost kidney functions, and option B patient have permanently lost kidney functions, option C kidney which need continuous dialysis for the rest of your life, and option D none of the above. Seventh question. The lining of abdomen is called dash. The lining of abdomen is called the dash. 12th question ചോദിച്ചിരിക്കുന്നത് which access site is used as a solution for small or weak veins? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് വരാം കേട്ടോ. സ്വന്തമായിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ആൻസർ കണ്ടെത്തിയതിനു ശേഷം പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. പുതിയ ചാപ്റ്റർ ഞാൻ ചാപ്റ്റർ 19 ആണ് തുടങ്ങുന്നത്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്നാണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര്. 19 ആണ് നമ്പർ. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ, കയ്യിൽ നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.